നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാഹനാപകടത്തെ തുടർന്ന് അതീവ ഗുരുതരമായ പരിക്കുകളോടെ 10 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ അവളുടെ മാതാപിതാക്കളെ അറിയിക്കുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവളിനി സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത 0.1% പോലും ഇല്ല, ഇനി സാധ്യതയേ ഇല്ല എന്നത് തന്നെയാണെന്ന് അറിവുള്ള ആ മാതാപിതാക്കൾ തിരിച്ചറിയുന്നു. തങ്ങളുടെ കുഞ്ഞു പോയെങ്കിലും അവൾ പലരിലൂടെയും ജീവിക്കുന്നത് കാണാൻ തങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനോളം വലിയൊരു ഭാഗ്യം വേറെയുണ്ടോ? അവയവദാനം ഏറ്റവും വലിയ ഒരു നന്മയായി കണക്കാക്കുന്ന മാതാപിതാക്കൾ. ഈ പെൺകുഞ്ഞിൻ്റെ പിതാവും താൻ എവിടെയെങ്കിലും വഴിയിലാണെങ്കിലും കുഴഞ്ഞു വീണ് മരിച്ചാലും ഒട്ടും വൈകാതെ ആവശ്യക്കാർക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് തൻ്റെ അവയവങ്ങൾ എത്തിച്ചേരണം എന്ന ശാഠ്യത്താൽ അവയവദാനത്തിന് സമ്മതപത്രം എഴുതിയ ആളാണ്. ആ കാർഡ് അദ്ദേഹം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. 10 മാസമുള്ള ആ പെൺകുഞ്ഞിൻ്റെ നേത്രപടലവും ഹൃദയവാൽവും കരളുമെല്ലാം പലർക്കായി പങ്കിട്ട് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് വേദനയെ വെല്ലുന്ന അഭിമാനവും സംതൃപ്തിയുമായിരുന്നു. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും ഈ ഭൂമിയിൽ നിന്ന് എത്രയോ മനുഷ്യർ വിട പറയുന്നു. എടുക്കാൻ കഴിയുന്ന, മറ്റൊരാൾക്ക് പ്രയോജനപ്രദമാകുന്ന അവയവങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതെല്ലാം മണ്ണിനടിയിൽ പോകുന്നു, അല്ലെങ്കിൽ തീ വിഴുങ്ങുന്നു. അവരുടെ ഒരു ഓർമ്മ മാത്രം, അവരുടെ ഒരു ഫോട്ടോ മാത്രം കണ്ട് സംതൃപ്തരാകുന്ന, നെടുവീർപ്പിടുന്ന ബന്ധുക്കൾ. അവരെ വെച്ച് നോക്കുമ്പോൾ എത്ര വലിയ ഒരു മാതൃകയാണ്, എത്ര മഹത്തായ ഒരു മാതൃകയാണ്, എത്ര വിവേകവും അർത്ഥവും കരുണയുമുള്ള മാതൃകയാണ് ഈ 10 മാസം പ്രായമുള്ള പെൺകുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്നത്. വലിയ ഒരു സാധ്യതയുടെ വാതിൽ തുറന്നിടുകയായിരുന്നു ഈ ഒരു വാർത്തയോടുകൂടി. അപ്പോഴൊക്കെയും ഞാൻ വിചാരിച്ചത്, എത്ര കോടി മുടക്കി ഒരു അവയർനെസ് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ചാലും ലഭിക്കാത്ത അത്രയും വലിയൊരു അവബോധം അവയവദാനത്തെ പറ്റിയും അതിൻ്റെ മഹത്വത്തെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുമൊക്കെ ഈ ഒരു സംഭവത്തിലൂടെ മനുഷ്യരിലേക്ക് എത്തിയെന്നാണ്. പക്ഷേ എല്ലാ വിഷയത്തിനും 2 വശവും സംസാരിക്കാറുള്ള മലയാളികൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വലിയ പോസിറ്റീവ് വാർത്ത വന്നാലും അതിലെന്തെങ്കിലും നെഗറ്റീവ് കാണുന്നുണ്ടോ എന്ന് ചികയുന്ന മലയാളികൾ ഈ ഒരു വിഷയത്തിലും അത് ചികഞ്ഞു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ 5 പേർക്ക് അവയവദാനം നടത്തിയ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശീതളൻ എന്താണ് തോന്നുന്നത്? ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയൊരു കാര്യമല്ലേ ചെയ്തത്. 5 പേരിലൂടെ ആ കുഞ്ഞ് ജീവിക്കുകയല്ലേ, അത് നിസ്സാര കാര്യമാണോ? അല്ല, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ പ്രതികരണത്തെ പറ്റി, കുഞ്ഞ് ഡെഡ് ബോഡിയായി മുന്നിൽ കിടക്കുമ്പോൾ അവരവിടെ കാണിച്ചു കൂട്ടിയതിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞു, എന്ത് കാണിച്ചു കൂട്ടി? അവർ നിർവികാരതയോടെ ഇരുന്നു. അത് ഒരു പരിധിക്കപ്പുറം, നമ്മുടെ ഏത് വികാരമാണെങ്കിലും പരിധിക്കപ്പുറം പോയാൽ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ദേഷ്യം ഒരു പരിധിവരെ നമ്മൾ പ്രകടിപ്പിക്കുകയുള്ളൂ, പിന്നെ നമ്മൾ സൈലൻ്റ് ആയിരിക്കും. ദുഃഖം ഒരു പരിധിക്കപ്പുറം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല, നിർവികാരതയായിരിക്കും. ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരിടം മരവിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെ ഉപദ്രവങ്ങൾ ആരെങ്കിലും പുറത്തുനിന്ന് ഏൽപ്പിച്ചാലും നമുക്കത് അനുഭവപ്പെടില്ല. ഉദാഹരണത്തിന്, ഒരു സർജറി നടക്കുന്നതിന് മുമ്പ് എവിടെയാണോ നടത്തുന്നത് അവിടെ മരവിപ്പിക്കുന്നു. അവിടെ മരവിപ്പിച്ചിട്ട് കത്തികൊണ്ട് കീറി മുറിക്കുമ്പോൾ എന്നാലും ഒരു വേദനയില്ലാതെ കിടക്കുന്നത് കണ്ടോ രോഗി എന്നാരെങ്കിലും പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അവിടെ മരവിച്ചു കഴിഞ്ഞു, അവരത് അറിയുന്നില്ല. എന്നാൽ ആ മുറിവ് അവരിലില്ലേ? ജീവിതകാലം മുഴുവൻ ആ മുറിവിൻ്റെ കുത്തിയുള്ള ആ ഒരു നൊമ്പരം ഉണ്ടല്ലോ, അവരത് അനുഭവിക്കണ്ടേ? എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് മലയാളികളോട്. ഞാൻ വിചാരിച്ചു ഈ 1-2 പേരുടെ ഒരു സംശയമായിരിക്കും, ഒരു നെഗറ്റീവ് ചിന്താഗതി ആയിരിക്കും ഇതെന്ന്. പിന്നീട് പല യൂട്യൂബ് ചാനലുകളും ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഇന്ന് രാവിലെ മനോരമ വാർത്താ ചാനലിൽ ഇത് സംബന്ധിച്ച ഒരു പരാമർശമുണ്ടായി. അപ്പോൾ പലരുടെയും കമൻറ്റുകൾ വായിക്കുമ്പോൾ 1-2 അല്ല, കുറേയേറെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ശവശരീരം കണ്ട് അമ്മ കരഞ്ഞില്ല. അമ്മ കരഞ്ഞില്ല എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ സങ്കല്പിച്ചതുപോലെ അവർ പൊട്ടിക്കരഞ്ഞില്ല, അവർ അലമുറയിട്ടില്ല, അവരുടെ വേദന നമ്മുടെ സങ്കല്പത്തിനൊത്ത് ഉയർന്നില്ല എന്നാണോ മനുഷ്യരെ പറയുന്നത്? എത്ര നെഗറ്റീവാണ് നിങ്ങൾ! മനുഷ്യരല്ല അങ്ങനെ ചിന്തിക്കുന്നവർ. കുഞ്ഞിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ഒരാഴ്ചയോളം കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ശവശരീരം അവർക്ക് മുന്നിൽ കിടക്കുന്ന കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടത്.
അതിനു മുൻപ് ദിവസങ്ങളോളം അവരനുഭവിച്ച കുറേ സ്റ്റേജുകളുണ്ട്. അവർ വിങ്ങിപ്പൊട്ടിയ കുറേ നിമിഷങ്ങളുണ്ട്. അവർ തകർന്നടിഞ്ഞ നിമിഷങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടോ? അതൊക്കെ ആരെങ്കിലും ക്യാമറയിൽ പകർത്തി നമ്മളെ കാണിക്കണമായിരുന്നോ? അതോ ഇവരുടെ ദുഃഖത്തിൻ്റെ തീവ്രത ഓരോ മലയാളികൾക്ക് മുന്നിലും അളന്ന് ബോധ്യപ്പെടുത്തണം? അവരുടെ കുഞ്ഞു മരിച്ചതിൽ അവർക്ക് സങ്കടമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം. എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താ ഇത്തരം ചിന്താഗതിക്കാരുടെ ആവശ്യം? എന്താ? ആ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞ് 5 പേരിൽ ജീവിക്കുന്നത് എനിക്ക് കാണാമല്ലോ. ഒരു മോൾ എനിക്ക് പോയപ്പോൾ 5 കുഞ്ഞുങ്ങളെ കിട്ടിയില്ലേ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ അവയവം സ്വീകരിച്ച ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെയും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ? അവർക്ക് ജീവൻ കൊടുത്ത മാലാഖയല്ലേ അത്? എന്തുകൊണ്ട് ഇത്രയും, അതായത് പോസിറ്റീവ് മാത്രം നിറഞ്ഞ ഒരു വാർത്തയ്ക്കിടയിൽ നെഗറ്റീവ് ചെയ്യുന്നത് എന്തിനാ? അവയവ മാഫിയൊക്കെയുണ്ട്, അതില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു വാഹനാപകടം. അതിനെ തുടർന്ന് കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചു. ശരി, പ്രവർത്തിക്കുന്ന, മറ്റുള്ളവർക്ക് ഉതകുന്ന അവയവങ്ങൾ ദാനം ചെയ്യാം. അത്രയും നല്ലൊരു തീരുമാനത്തെ, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? നമ്മളിൽ എത്ര പേർ ചെയ്യും? ഒരു തുള്ളി രക്തം പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ മടിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയിൽ. അവർക്കൊക്കെ മുന്നിൽ ഈ മാതാപിതാക്കൾ കാണിച്ച മാതൃക എത്ര വലുതാണ് എന്ന് എന്താണ് നമ്മൾ തിരിച്ചറിയാത്തത്? ഇനി എന്ന് നമ്മൾ തിരിച്ചറിയും? ഇതേപോലെ ഒരു സംഭവമായിരുന്നു ആ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഒരു മലയാളി കൊല്ലപ്പെട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മകൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ തീവ്രത അളന്ന ആളുകളാണ് ഇവിടെ ഉള്ളവർ. അതായത് ആ പെൺകുട്ടി ലിപ്സ്റ്റിക് ഉപയോഗിച്ചു, മേക്കപ്പ് ചെയ്തു. അച്ഛൻ്റെ വിയോഗത്തിൻ്റെ ദുഃഖമൊന്നും ആ പെൺകുട്ടിയുടെ മുഖത്ത് നിഴലിക്കുന്നില്ല. ഇത് ഏതോ ഒരു സിനിമയിൽ ദുൽഖർ സൽമാൻ്റെ കഥാപാത്രം പറയുന്നുണ്ടല്ലോ, നമുക്ക് പണം ഉണ്ടാക്കിയാൽ പോരാ, പണം ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കണം. അതാണ് ഇന്ത്യക്കാരുടെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മളത് കാണിക്കണം, സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് ആർമാദിക്കണം. അതായത് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ എല്ലാം പുറത്ത് കാണിച്ചാൽ, അതും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കാണിച്ചാൽ മാത്രമേ ഇന്ന വികാരം നമ്മളിൽ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകൂ. അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികേട്. ഒരു കാരണവശാലും എൻ്റെ പൊന്നു കൂടപ്പിറപ്പുകളെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പൈശാചികമായ ചിന്തകളിലേക്ക് കടക്കരുത്. നമ്മുടെ ചിന്തകളെ, തലച്ചോറിനെ, അവശേഷിക്കുന്ന നന്മയൊക്കെ മലിനമാക്കാൻ അത് മതി. ഇതിൽ നമ്മൾ വേറൊന്നും, ഒട്ടും ആഴത്തിൽ നിങ്ങളൊന്നും ചിന്തിക്കണ്ട. ആ മാതാപിതാക്കൾ അനുഭവിച്ച വേദന, അവരിനി ജീവിതകാലം മുഴുവൻ ആ ഓർമ്മയിൽ അനുഭവിക്കുന്ന വേദന എന്താണെന്നൊന്നും നമ്മളാരും അളക്കാൻ പോകണ്ട. അളക്കാൻ നമ്മളാരും ആളുകളല്ല. അവർക്ക് കുറേ പൈസ കിട്ടിക്കാണും, അതാണ് ഇങ്ങനെയാണ്, എന്തൊക്കെ തരം ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? അവയവദാനത്തിൻ്റെ മഹത്വം, അവർ കാണിച്ച വലിയ മാതൃക അത്രമാത്രം കണ്ടാൽ മതി. ഒരു വെള്ള പേപ്പറിൽ കുത്തിട്ടിട്ട് എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു വെള്ള പേപ്പർ വലുതായിട്ട് കാണുന്നു എന്ന് ആരും പറയത്തില്ല. ഒരു കുത്ത്, ആ കുത്ത് മാത്രമേ എല്ലാവരുടെയും മുന്നിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടൂ. അതാണ് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പിഞ്ചോമന മാലാഖ കുഞ്ഞ്, അതിൻ്റെ പുഞ്ചിരി നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അപ്പോൾ ഈ പറയുന്നവർ, കമൻറ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ വയ്യ, നമുക്ക് സഹിക്കാൻ വയ്യ, കണ്ണുനീർ നിയന്ത്രിക്കാൻ വയ്യ, എങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുന്നു, എന്തുകൊണ്ട് ആ അമ്മ കരഞ്ഞില്ല? അങ്ങനെ പറയരുതേ. ദുഃഖത്തിൻ്റെ തീവ്രത, അതിൻ്റെ എക്സ്ട്രീം പോയിൻ്റ് കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുള്ളി കണ്ണുനീര് വരില്ല. ചില മരണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയത്തില്ലേ, വെറുതെ നോക്കിയിരിക്കുന്നു, ഒന്ന് കരയുന്നു പോലും ഇല്ല. ആ അവസ്ഥയാണ് നമ്മൾ പേടിക്കേണ്ടത്. നിശബ്ദതയാണ്, മൗനത്തെയാണ് ഏറ്റവും പേടിക്കേണ്ടതെന്ന് പറയില്ലേ. കാരണം അവരനുഭവിക്കുന്ന വൈകാരികത ഏത് ലെവലിലാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഒരു മാനസിക നിലയിലായിരിക്കും അവരുള്ളത്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവരെ വിടുക, അവരെ സമാധാനമായിരിക്കാൻ വിടുക, സ്വസ്ഥമായിരിക്കാൻ വിടുക, ഉപദ്രവിക്കാതിരിക്കുക. നമുക്ക് ആർക്കെങ്കിലും അവരെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ? നമ്മുടെ നാടിന് ഇല്ല. ഉപകാരമല്ലേ ഉണ്ടായുള്ളൂ. ഉപകാരം എന്ന് വെച്ചാൽ ഉപമകളില്ലാത്ത ഉപകാരം. ഇത്രയും നെഗറ്റീവ് ആകരുത് നമ്മൾ, ആകണ്ട. വിമർശന ബുദ്ധിയും നിരീക്ഷണ പാഠവുമൊക്കെ കൈവശമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ തക്ക വിഷയങ്ങൾ നിറയെ നമ്മുടെ ചുറ്റിലും വേറെയുണ്ട്. അവിടേക്ക് നിങ്ങളുടെ മൈക്രോസ്കോപ്പ് തിരിക്കുക.